ഫ്രണ്ട്സ്, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഇതുപോലൊരു സംസാരിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ചെയ്യണം കേട്ടോ. കുറേ നാളുകളായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ലോങ് വീഡിയോ ഇടാറില്ല, ചെറിയ ഷോർട്സ് ആണ് കൂടുതലും ഇടാറ്. കാരണം എനിക്കിപ്പോൾ വളരെയധികം ടൈം കുറവാണ്, വീഡിയോ എടുക്കാനൊന്നും ടൈമേ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സും കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സും ഞാൻ നൈക്കയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ അല്ല, പക്ഷെ എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് വാങ്ങിയത് എന്നുള്ള ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. കുറച്ചധികം പ്രൊഡക്ട്സ് ഉണ്ട്, ഒരു പ്രാവശ്യമായിട്ട് ഞാൻ വാങ്ങിയതല്ല, പല പല പ്രാവശ്യങ്ങളായിട്ട് ഞാൻ വാങ്ങിയതാണ്. കുറച്ച് പ്രൊഡക്ട്സ് അതിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ ഞാൻ ഇപ്പോൾ തന്നെ പറയാം. ബാക്കിയുള്ള കുറച്ച് പ്രൊഡക്ട്സ് ഇനി ഉപയോഗിച്ച് നോക്കിയിട്ട് ശേഷം ഞാൻ അതിൻ്റെ റിവ്യൂ പറയാം കേട്ടോ. ഞാനിപ്പോൾ കാണിക്കുന്ന പ്രൊഡക്ട്സിൽ ഏതെങ്കിലും പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, ഡീറ്റെയിൽഡ് റിവ്യൂ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ റിവ്യൂ തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി വൈകിക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ അതെ, ഇത്രയും പ്രൊഡക്ട്സ് ആണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നൈക്കയിൽ നിന്ന് വന്നിട്ടുള്ള അതിൻ്റെ ബോക്സസൊക്കെ നമ്മൾ കളഞ്ഞു. അതിന് ശേഷം ചിലത് പ്രൊഡക്ട്സ് ഞാൻ ഉപയോഗിച്ചു, എന്നാലും ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബോക്സുകളൊക്കെ ഒന്ന് എടുത്ത് വെച്ചതാണ് കേട്ടോ. സ്കിൻ കെയർ പ്രൊഡക്ട്സിൽ നമ്മൾ ആദ്യം നോക്കാം കേട്ടോ. നൈക്കയിൽ സെയിൽ വന്നിരുന്ന സമയത്ത് ഞാൻ കുറച്ച് ക്ലൻസേഴ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് വൺ ഈ ഒരു സിമ്പിളിൻ്റെ ക്ലൻസറാണ് കേട്ടോ. കണ്ടോ, നല്ല ക്ലെൻസറാണ്. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല ഓഫറിന് കിട്ടി. 50%, രണ്ടെണ്ണം വാങ്ങുമ്പോൾ 50% ഓഫാന്ന് തോന്നുന്നു. ഇത് എല്ലാ സ്കിൻ ടൈപ്സിനും പറ്റും. ഇത് 100% സോപ്പ് ഫ്രീ ആണ്. അതേപോലെ തന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും നല്ല സ്യൂട്ട് ആയിട്ടുള്ള ഒരു ഫേഷ്യൽ വാഷ് ആണിത്. പിന്നെ ഇത് പാരബൻ ഫ്രീ ആണ്, സിലിക്കൺ ഫ്രീ ആണ്, അതേപോലെ തന്നെ വീഗൻ ആണ്. അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. അത് നല്ല കുറേ, ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല റിവ്യൂസ് ഈ ഒരു ക്ലെൻസർ എടുത്തു കഴിഞ്ഞാൽ കാണാം. അപ്പോൾ ഈ ക്ലെൻസർ എൻ്റെ ഓയിലി സ്കിന്നാണ്. ഓയിലി സ്കിന്നുള്ളവർക്കും ഈ ഒരു ഫേസ് വാഷ് നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ഇതിനേക്കാളും കൂടുതലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്ലെൻസറും കൂടി ഉണ്ട്. ഇത് വാങ്ങുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ആ ഒരു ക്ലെൻസറും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും നല്ലൊരു ക്ലെൻസറാണ് കേട്ടോ. സിമ്പിളിൻ്റെ ഫേസ് വാഷ് ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ആയിരുന്നു കേട്ടോ ഇത്. മിനിമലിസ്റ്റിൻ്റെ സാലിസിലിക് ആസിഡിൻ്റെ ഫേസ് വാഷ് നല്ലൊരു ഫേസ് വാഷാണ്. എന്താ പറയുക, നമ്മുടെ സ്കിന്നിൽ പിമ്പിൾസ് ഉണ്ടാകുന്നതിൽ വളരെയധികം കൺട്രോൾ ചെയ്യും. ഓയിൽ പ്രൊഡക്ഷൻ നന്നായിട്ട് തന്നെ കൺട്രോൾ ചെയ്യും. നല്ലൊരു ഫോമുലയാണ് ഇതിന്. നല്ലൊരു ഫേസ് വാഷാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഒരു 2-3 ബോട്ടിൽസ് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പുതിയ പാക്ക് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അത്. മിനിമലിസ്റ്റിൻ്റെ ഇത് ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്തായാലും ഈ ഒരു ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്ത് എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇത് നന്നാവോ, എനിക്കത് പറ്റുമോ നോക്കട്ടെ. ഇല്ലെങ്കിൽ ഞാൻ ഈ ഒരു ഫേസ് വാഷ് തന്നെ യൂസ് ചെയ്യാന്നുള്ളതിലാണ് ഞാൻ ഇത് വാങ്ങി വെച്ചത്. ഈ ഒരു ഫേസ് വാഷ് വാങ്ങുമ്പോൾ ഇതിന് ചെറിയ എന്തൊരു ഓഫർ മാത്രമേ ഉള്ളൂ കേട്ടോ. എപ്പോഴും അധികം ഓഫറിൽ ഈ മിനിമലിസ്റ്റിൻ്റെ പ്രൊഡക്ട്സ് കൂടുതലും വരില്ല. buy 2 get 1 അങ്ങനെയൊക്കെ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു ഓഫർ കണ്ടപ്പോൾ അത് വാങ്ങി വെച്ചതാണ് കേട്ടോ. നമ്മുടെ പിങ്ക് ഫ്രൈഡേ സെയിലിന് വാങ്ങി വെച്ചതാണ്. ഇതിന് വന്നിട്ട് 299 റുപ്പീസാണ്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ഫേസ് വാഷാണ്, ചെറിയൊരു കുപ്പിയാണ് ഇതിന് ഉണ്ടാവുക. ഇത് നമുക്ക് ഇപ്പോൾ തന്നെ ഇത് ഓപ്പൺ ചെയ്യാം അല്ലേ. ഇവിടെ കൊണ്ട് ടിയർ ചെയ്ത് കൊടുക്കുകയാണ്. നല്ലൊരു പാക്കേജിങ് ആണ് കേട്ടോ അവരുടെ. അതായത് പാക്ക് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ വേറൊരു ബോക്സാണ്. ഇതാണ് കേട്ടോ ഫേസ് വാഷ്. നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങളിത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിൽ ഭയങ്കര നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിൽ ഓയിൽ റിഡക്ഷൻ നന്നായിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ടോണർ നോക്കാം. ഇത് ഞാൻ വാങ്ങിയിട്ടുള്ള ടോണറാണ് കേട്ടോ. അത് പ്ലമ്മിൻ്റെ നനാസിനമൈഡ് ടോണറാണ്. റൈസ് വാട്ടർ ആൻഡ് നനാസിനമൈഡ് ടോണറാണ് വിത്ത് ഓട്ട് എക്സ്ട്രാക്ട്. അപ്പോൾ ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആണെന്ന് റിവ്യൂ കണ്ടിട്ട് വാങ്ങിയതാണ് കേട്ടോ. പോഴ്സിനൊക്കെ നന്നായി ടൈറ്റൻ ചെയ്യുന്ന നല്ലൊരു ടോണറാണ് കേട്ടോ. ഈ ടോണർ നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യും, പോഴ്സിനെ ടൈറ്റ് ചെയ്യും എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷെ എന്തായാലും നമുക്കിത് യൂസ് ചെയ്യുന്ന ടൈമിൽ നമുക്കിതിൻ്റെ മുഖത്ത് നല്ല വ്യത്യാസം അറിയാം കേട്ടോ. ഇപ്പോൾ അധികം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 1 മാസം ആവുന്നേ ഉള്ളൂ ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ എന്ത് പെട്ടെന്ന് ഇത് ഇത്രയായത് എനിക്ക് തോന്നുന്നു. ഇത് 1.5 മാസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അതിന് മുന്നേ ഇത് കഴിയും. പക്ഷെ സംഭവം നല്ലതാണ്. ഇതെന്താണെന്ന് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഇതിങ്ങനെ നേരെ ഫേസ് ക്ലെൻസ് ചെയ്തതിന് ശേഷം ഈ ഒരു ടോണർ എടുത്ത് മുഖത്ത് ഇങ്ങനെ സ്പ്രേ ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. രാവിലെയും രാത്രിയും യൂസ് ചെയ്യാം. ഞാനിത് രാവിലെയും രാത്രിയും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിന് റേറ്റ് ഇച്ചിരി ടോണറിൽ വെച്ച് നോക്കുമ്പോൾ റേറ്റ് ഇച്ചിരി കൂടുതലാണ്. അതായത് 420 റുപ്പീസാണ് ഇതിന് വരുന്നത്.
പിന്നെ ഞാൻ വാങ്ങിയത് നമ്മുടെ പോൺസിൻ്റെ ഈ ഒരു ഇത് വന്നിട്ട് 300 ml ഒരു പാക്കാണ്. ക്രീമുണ്ട്, ഇത് ഓപ്പൺ ചെയ്തിട്ടില്ല. ഓൾറെഡി എൻ്റെ ഒരു ക്രീം ഉണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം യൂസ് ചെയ്യണം. അത് കഴിയാതെ ഓൾമോസ്റ്റ് അത് ഫുൾ ഫിനിഷ് ആയി. ഓൾമോസ്റ്റ് പഴയ ക്രീം ഫിനിഷ് ആയി. അതിന് ശേഷം യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഇത് യൂസ് ചെയ്യുമ്പോൾ നല്ല ഹൈഡ്രേഷൻ കിട്ടുന്നുണ്ട്, മുഖത്തിന് നല്ല മോയ്സ്ചർ കിട്ടുന്നുണ്ട്. പിന്നെ എന്താ പ്രത്യേകിച്ച് ബ്രേക്ക്ഔട്ട്സും കാര്യങ്ങളൊന്നും എനിക്ക് ഇന്നേ വരെ ഇത് യൂസ് ചെയ്തിട്ട് വന്നിട്ടില്ല. നല്ലൊരു ക്രീമാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ 3rd ബോട്ടിലാണ്, 3rd or 4th, 4ാമത്തെ 5ാമത്തെ ബോട്ടിലാണ് കേട്ടോ ഇത്. അതിന് മുമ്പുള്ള ബോട്ടിൽസൊക്കെ ഞാൻ കളഞ്ഞു. ഇപ്പം എൻ്റെ കയ്യിൽ കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ്. ഇതിൻ്റെ പാക്കേജ് മാറിയിട്ടുണ്ട്, അതാണ് ഈ ഒരു ടൈപ്പ് ആയത്. ആദ്യത്തെ പാക്കിങ് ഇങ്ങനെയായിരുന്നു പോൺസിൻ്റെ. രണ്ടാമത്തെ ഇപ്പോൾ പാക്കിങ്ങും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ് ഇതിൻ്റെ 4 ബോട്ടിൽസ് കൊണ്ട് ഞാൻ യൂസ് ചെയ്തിട്ട് കളഞ്ഞിട്ടുണ്ട്. ഇതും കഴിഞ്ഞു കേട്ടോ. ഈ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഇതേ കഴിഞ്ഞു. ഇനി ഇതൊന്നുമില്ല കേട്ടോ, ഇതും കഴിഞ്ഞു. അതുകൊണ്ട് വാങ്ങിയതാണ് കേട്ടോ. ഇനി ഞാൻ ഇതാണ് യൂസ് ചെയ്യാൻ പോണത്. ഞാൻ നമ്മുടെ മിനിമലിസ്റ്റിൻ്റെ നനാസിനമൈഡ് സെറാണ് യൂസ് ചെയ്തിരുന്നത്. ഞാനൊരു 3 ബോട്ടിൽസ് ഒക്കെ യൂസ് ചെയ്തു കേട്ടോ. നനാസിനമൈഡ് സിറം നല്ലതാണ്. 10% നനാസിനമൈഡ് സിറാണ്, നല്ലതാണ്. ഓർഡിനറിയുടെ നനാസിനമൈഡ് സിറം ഞാനിപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. അത് നല്ലതാണ്, നല്ല റിവ്യൂസും കാര്യങ്ങളും ഉണ്ട്. ഓഫർ വന്നപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. കേട്ടോ, ഇതാണ് നമ്മുടെ ഓർഡിനറിയുടെ നനാസിനമൈഡ് 10% നനാസിനമൈഡ് സിറം പ്ലസ് സിങ്ക് 1%. നല്ല സിറാന്ന് പറയുന്നുണ്ട്. ഞാനിത് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഒരു റിവ്യൂ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1100 ആണ്. പക്ഷേ എനിക്ക് ഓഫറിന് 600 800 600 സംതിങ്ങിനാണ് എനിക്കിത് കിട്ടിയത്. ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യാം കേട്ടോ എനിക്ക് ഓഫറിൽ കിട്ടിയ റേറ്റ്. ഇതപ്പോൾ നല്ലതാന്ന് പറയുന്നുണ്ട്. സാധാ നമ്മൾ നനാസിനമൈഡ് സിറം യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫേസിലുള്ള ബ്ലമിഷസ് ഒക്കെ ഒന്ന് മാറാൻ, അതേപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഒന്ന് കുറയാൻ, പിന്നെ സ്കിന്നൊക്കെ ഒന്ന് ഗ്ലോ ആവും, പോഴ്സൊക്കെ ലൈറ്റായിട്ടൊന്ന് കുറയും. ആ ഒരു ഇതിലാണല്ലോ നനാസിനമൈഡ് സിറം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ആദ്യം ടോണർ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യാനുള്ള സിറാണ് കേട്ടോ. ഇത് നൈറ്റിലും അപ്ലൈ ചെയ്യാം, അതേപോലെ തന്നെ നമുക്ക് രാവിലെയും യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ രാവിലെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. വൈകുന്നേരം ഞാൻ ടോണറിന് ശേഷം അപ്ലൈ ചെയ്യുന്നത് സാലിസിലിക് ആസിഡിൻ്റെ ഒരു ബോട്ടിലാണ് കേട്ടോ. ഇതാണ് സാലിസിലിക് ആസിഡ്. ഇതിൻ്റെ സെറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് നൈറ്റിൽ. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ സാലിസിലിക് ആസിഡ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പിമ്പിൾസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇതേ ഈ ഒരു സാലിസിലിക് ആസിഡ് കേട്ടോ. ഓയിൽ നന്നായിട്ട് കൺട്രോൾ ചെയ്യും, ബ്ലാക്ക് ഹെഡ്സിനെ പ്രിവെൻറ്റ് ചെയ്യും, അതേപോലെ തന്നെ എയിൻ നന്നായിട്ട് കുറയ്ക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഉപയോഗം കേട്ടോ. അപ്പോൾ പിമ്പിൾസിൻ്റെ പ്രശ്നമുള്ളവർ ഇത് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ നനാസിനമൈഡ് സിറം നമുക്ക് പിമ്പിൾസ് ഉള്ളവർക്ക് യൂസ് ചെയ്യാം, ഓയിൽ പ്രൊഡക്ഷനൊക്കെ കുറയ്ക്കും. നല്ലൊരു സിറാണ് കേട്ടോ. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അറൗണ്ട് 500 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ്, എനിക്ക് ഓർമ്മയില്ല. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. സ്കിന്നിന് ഓയിൽ നന്നായിട്ട് തന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പിമ്പിൾസ്, ബ്രേക്ക്ഔട്ട്സ് കാര്യങ്ങൾ എനിക്ക് വരുന്നത് ഇപ്പോൾ കുറവാണ് ഇത് യൂസ് ചെയ്തതിന് ശേഷം. നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് ഇത് രണ്ടും നമുക്ക് ഇതും നനാസിനമൈഡ് സിറവും കൂടി കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യാം. പക്ഷേ വിത്ത് നനാസിനമൈഡ് സിറത്തിൻ്റെ ഒപ്പം നമ്മൾ റെറ്റനോൾ ഒരിക്കലും കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കരുത് കേട്ടോ. അത് സ്കിന്നിന് നല്ലതല്ല. ബാക്കി ഒരുവിധം എല്ലാതും റെറ്റനോൾ ഒഴികെ ബാക്കിയൊക്കെ ഒരുവിധം കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളങ്ങ് കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് നെറ്റിൽ സെർച്ച് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യൂ കേട്ടോ. പിന്നെ വാങ്ങിയുള്ളത് ഒരു നൈറ്റ് ക്രീമാണ് കേട്ടോ. ഡോട്ട് ആൻഡ് കീയുടെ നൈറ്റ് ക്രീമാണ്. ഇത് വന്നിട്ട് റെറ്റനോൾ പ്ലസ് സെറമൈഡിൻ്റെ ഒരു നൈറ്റ് ക്രീമാണ് കേട്ടോ. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം. നമ്മളെപ്പോഴും റെറ്റനോൾ യൂസ് ചെയ്യുന്നത് ഒരു ആൻറ്റി ഏജിങ് ക്രീമായിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു 30s ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം മുതൽ ഈ റെറ്റനോൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ റിങ്കിൾസും ഫൈൻ ലൈൻസും ഒന്നും വരാതെ നന്നായിട്ട് നല്ല ഗ്ലോ ആയിട്ട് യൂത്ത് ആയിട്ടുള്ള സ്കിന്നായിട്ട് എപ്പോഴും ഇരിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ നൈക്കയുടെ അവാർഡ്സിലൊക്കെ വിൻ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. കുറേ നല്ല റിവ്യൂസ് ഒക്കെ ഉണ്ട് ഇതിന്. ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് കുറച്ച് നാളായി. എനിക്കും അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബ്രേക്ക്ഔട്ട്സും കാര്യങ്ങളൊന്നും വരുന്നില്ല. നല്ലൊരു ക്രീമാണ്. പുതിയ പിമ്പിൾസ് ഒന്നും അങ്ങനെ വരുന്നില്ല. അതിൻ്റെ എന്താ പറയുക, പോഴ്സൊക്കെ ഒന്ന് ജസ്റ്റ്
നന്നായിട്ട് ടൈറ്റൻ ആവണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഫേസിൽ കുറേ പിമ്പിൾസ് വന്നിട്ടുള്ള സ്കാർസ് ഉണ്ട്. ആ സ്കാർസ് ഒക്കെ ചെറുതായിട്ടൊന്ന് റെഡ്യൂസ് ചെയ്യുന്നതും ഒരു ചെറിയൊരു ഗ്ലോ സ്മൂത്ത്നെസ് വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അത് യൂസ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു 2-3 വീക്സ് ഒക്കെ ആയിട്ടുണ്ടാവും ഇത് യൂസ് ചെയ്യുന്നു. നല്ലൊരു പാക്കേജിങ് ആണ്. ഇവരുടെ ബോട്ടിൽ കാണാൻ നല്ല ക്യൂട്ടാണ് കേട്ടോ. കണ്ടോ, ഇതൊരു ഗ്ലാസ് ബോട്ടിലാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബോട്ടിലാണ് അല്ലേ. അധികം ഡിസ്കൗണ്ട് ഇതിന് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതിന് അറൗണ്ട് ഇതിന് 695 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ്. എനിക്ക് അറൗണ്ട് ഒരു 500 സംതിങ്ങിനാണ് കേട്ടോ ഇത് കിട്ടിയിട്ടുള്ളത്. നല്ല പ്രൊഡക്റ്റാണ്, നല്ലൊരു സ്മെല്ലാണ് ഇതിന്, നല്ല സ്മെല്ലാണ് കേട്ടോ. ഇത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുഖത്തൊരു ഓയിൽനെസ് പോലെ തോന്നുന്നായിരുന്നു. ബട്ട് ഇറ്റ്സ് എന്താ പറയുക, ഇത് എപ്പോഴും മുഖത്തിന് നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ക്രീമാണ് കേട്ടോ. ആർക്കെങ്കിലും നല്ലൊരു നൈറ്റ് റിപ്പയർ ക്രീം വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യൂ. പിന്നെ എൻ്റെ ഓയിലി സ്കിന്നാണ്, എൻ്റെ സ്കിന്നിന് ഇത് ഓക്കെ ആണ് കേട്ടോ. നമ്മുടെ സ്കിൻ കെയർ പ്രൊഡക്ട്സിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയും സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ് ഞാൻ പർച്ചേസ് ചെയ്തത്. എൻ്റെ കറൻറ്റ് സ്കിൻ കെയർ റുട്ടീനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറ്റി അറിയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്ക് എല്ലാവർക്കും ബൈ.